ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നിസി ഓൺലൈൻ ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബൈബിൾ ക്വിസ് അനുഗ്രഹമായി നടക്കുന്നു. എല്ലാവർക്കും ദൈവവചനം പഠിക്കുവാനായിട്ട് ഇത് കാരണമായി തീരുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. എല്ലാവരെയും ഒരുമിച്ച് ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുമിച്ച് ദൈവവചനം പഠിക്കുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ തന്നെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഇന്നത്തെ ചോദ്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 1 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: യേശുവിനെ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് ആദ്യം വിളിച്ചത് ആരാണ്? ഓപ്ഷൻ എ അന്ത്രയോസ്, ഓപ്ഷൻ ബി യോഹന്നാൻ സ്നാപകൻ, ഓപ്ഷൻ സി പത്രോസ്. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. യേശുവിനെ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് ആദ്യം വിളിച്ചത് ആരാണ്? ഓപ്ഷൻ എ അന്ത്രയോസ്, ഓപ്ഷൻ ബി സ്നാപക യോഹന്നാൻ, ഓപ്ഷൻ സി പത്രോസ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: രാജഭൃത്യന്റെ മകൻ സൗഖ്യം പ്രാപിച്ച സമയം ഏതാണ്? ഓപ്ഷൻ എ 6 മണി, ഓപ്ഷൻ ബി 7 മണി, ഓപ്ഷൻ സി 9 മണി. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. രാജഭൃത്യന്റെ മകൻ സൗഖ്യം പ്രാപിച്ച സമയം ഏതാണ്? ഓപ്ഷൻ എ 6 മണി, ഓപ്ഷൻ ബി 7 മണി, ഓപ്ഷൻ സി 9 മണി. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: യേശു തൻ്റെ ആടുകളെ എങ്ങനെയാണ് വിളിക്കുന്നത്? ഓപ്ഷൻ എ കൂട്ടമായി, ഓപ്ഷൻ ബി പേരുപേരായി, ഓപ്ഷൻ സി കൈകൊണ്ട്. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. യേശു തൻ്റെ ആടുകളെ എങ്ങനെയാണ് വിളിക്കുന്നത്? ഓപ്ഷൻ എ കൂട്ടമായി, ഓപ്ഷൻ ബി പേരുപേരായി, ഓപ്ഷൻ സി കൈകൊണ്ട്. നാലാമത്തെ ചോദ്യം ഇതാണ്: യേശുവിനെ കണ്ട ശേഷം അന്ത്രയോസ് ആദ്യം കണ്ടത് ആരെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. യേശുവിനെ കണ്ട ശേഷം അന്ത്രയോസ് ആദ്യം കണ്ടത് ആരെയാണ്? അടുത്ത ചോദ്യം ഇതാണ്: രക്ഷ എവിടെ നിന്ന് വരുന്നു? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. രക്ഷ എവിടെ നിന്ന് വരുന്നു? ആറാമത്തെ ചോദ്യം: യേശുവിൻ്റെ ആഹാരം എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ആറാമത്തെ ചോദ്യമാണ്: യേശുവിൻ്റെ ആഹാരം എന്താണ്? ഏഴാമത്തെ ചോദ്യം: യേശുവിനെ കുറിച്ച് എഴുതിയത് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. യേശുവിനെ കുറിച്ച് എഴുതിയത് ആരാണ്? എട്ടാമത്തെ ചോദ്യം ഇതാണ്: മനുഷ്യർക്ക് എപ്പോഴും ഉള്ളതും യേശുവിന് ഇതുവരെ വരാത്തതും എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. മനുഷ്യർക്ക് എപ്പോഴും ഉള്ളതും യേശുവിന് ഇതുവരെ വരാത്തതും എന്താണ്? ഒൻപതാമത്തെ ചോദ്യം: യഹൂദന്മാർ തമ്മിലെടുത്ത തീരുമാനം എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. യഹൂദന്മാർ തമ്മിൽ എടുത്ത തീരുമാനം എന്താണ്? പത്താമത്തെ ചോദ്യം അവസാന ചോദ്യമാണ്: ബെത്സയിദ കുളത്തിനരികെ ഏതെല്ലാം വിധ രോഗികൾ കിടന്നിരുന്നു? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ബെത്സയിദ കുളത്തിനരികെ ഏതെല്ലാം വിധ രോഗികൾ കിടന്നിരുന്നു? ഇത്രയുമാണ് യോഹന്നാൻ സുവിശേഷത്തിൽ നിന്നുള്ള ചോദ്യം. 1 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നാണ് ചോദ്യം. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. വേഗത്തിൽ ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം 17 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളായിരുന്നു. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: അബ്രഹാമിന്റെ മകനെന്ന് യേശു പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ഉത്തരം ഇതാണ്. ഓപ്ഷൻ സി സക്കായി 19:9. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: പത്രോസിനെ തീവട്ടത്തിനടുത്തിരിക്കുന്നത് കണ്ടത് ആരാണ്? ഉത്തരം ഇതാണ്. ഓപ്ഷൻ ബി ഒരു ബാല്യക്കാരത്തി, ലൂക്കോസ് 22:56. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: യേശു ശിഷ്യന്മാരെ വിട്ട് എത്ര ദൂരത്തോളം പോയി പ്രാർത്ഥിച്ചു? ഉത്തരം ഇതാണ്. ഓപ്ഷൻ ബി ഒരു കല്ലേറു ദൂരത്തോളം, ലൂക്കോസ് 22:41. നാലാമത്തെ ചോദ്യം ഇതാണ്: ബാല്യകാലം മുതൽ കൽപ്പനകൾ കാത്തുകൊണ്ടിരിക്കുന്നതായി പറഞ്ഞത് ആരാണ്? അവ ഏവ? ഉത്തരം ഇതാണ്. ഒരു പ്രമാണി. കൽപ്പനകൾ ഇതായിരുന്നു: കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയോ അമ്മയും ബഹുമാനിക്കുക, ലൂക്കോസ് 18:20-21 വാക്യങ്ങൾ. അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു: തിരുവെഴുത്തുകൾ തെളിയിക്കുമ്പോൾ ശിഷ്യന്മാർക്കുണ്ടായ അനുഭവം എന്താണ്? ഉത്തരം ഇതാണ്. ഹൃദയം അവരുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നു, ലൂക്കോസ് 24:32. ആറാമത്തെ ചോദ്യം ഇതായിരുന്നു: ഒരേ സമയത്ത് ശിഷ്യന്മാരുടെ മനസ്സിൽ പ്രത്യക്ഷപ്പെട്ട 2 വ്യത്യസ്ത ചിന്തകൾ എന്തൊക്കെയായിരുന്നു? ഉത്തരം ലൂക്കോസ് 22:23 കാണാം: ഇത് ചെയ്യുവാൻ പോകുന്നവൻ തങ്ങളുടെ കൂട്ടത്തിൽ ആർ ആയിരിക്കുമെന്ന് അവർ തമ്മിൽ ചോദിച്ചു തുടങ്ങി. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് 23:24 നമുക്ക് ഇങ്ങനെ കാണാം: തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടതെന്നതിനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിലുണ്ടായി. ഏഴാമത്തെ ചോദ്യം:
ട്രിക്കി ചോദ്യമായിരുന്നു. അധ്വാനത്തിൻ്റെ അടയാളമായും ശാപവാക്കിൽ ഉൾപ്പെട്ടതുമായ ഒന്നിന് ഈ പാഠഭാഗത്തിൽ ഒരു രൂപമാറ്റം സംഭവിച്ചതായി കാണുന്നു. അത് എന്താണ്? ഉത്തരം ഇതാണ്. അധ്വാനത്തിൻ്റെ അടയാളം എന്ന് പറയുന്നത്, ഇതിൻ്റെ ശരിയായ ഉത്തരം വിയർപ്പാണ്. അധ്വാനത്തിൻ്റെ അടയാളം എന്ന് പറയുന്നത് വിയർപ്പാണ്. അതുപോലെ തന്നെ ഉൽപ്പത്തി 3:19 നമുക്ക് ഇങ്ങനെ കാണാം, നിലത്ത് നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിന് തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിയും. അതൊരു ശാപമായിട്ടാണ്, മനുഷ്യന് ശാപമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചേരുമെന്ന് അവിടെ വായിക്കുവാനായിട്ട് സാധിക്കും. ലൂക്കോസ് 22:44 അതായത് ഒരു രൂപമാറ്റം സംഭവിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്, പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളികൾ പോലെയായി. അപ്പോൾ വിയർപ്പിന് രൂപമാറ്റം സംഭവിച്ച് ചോരത്തുള്ളി ആയത് യേശു പ്രാർത്ഥിച്ചപ്പോഴാണ്. എല്ലാവർക്കും ഉത്തരം മനസ്സിലായെന്ന് കരുതുന്നു. 8ാമത്തെ ചോദ്യം ഇതായിരുന്നു. യാചിക്ക എന്നുള്ളതിന് ഈ പാഠഭാഗത്ത് പറയുന്ന മറ്റൊരു പേര് എന്താണ്? ഉത്തരം ഇതാണ്, ഇരന്നു. അതായത് ലൂക്കോസ് 18:35. ഇതിന് സമാനമായ മറ്റു പല ഉത്തരങ്ങളും എഴുതിയവരുണ്ട്. അതിനൊക്കെയും മാർക്ക് തരുന്നുണ്ട്. എൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രം പറഞ്ഞിരിക്കുന്നത്. 9ാമത്തെ ചോദ്യം ഇതായിരുന്നു. കുറ്റം ചെയ്യുന്നവരെ പറയുന്ന ഒരു പേരും പ്രവൃത്തി എന്നതിൻ്റെ മറ്റൊരു പേരും ചേർന്ന് വരുന്ന ഒറ്റപ്പദം ദൈവം ചെയ്യുന്ന ഒന്നാണ്. ഉത്തരം ഇതാണ്, പ്രതിക്രിയ. ലൂക്കോസ് 18:7. കുറ്റം ചെയ്യുന്നവരെ പറയുന്ന പേര് പ്രതി, അതുപോലെ തന്നെ പ്രവൃത്തി എന്നതിൻ്റെ മറ്റൊരു പേരാണ് ക്രിയ. 10ാമത്തെ ചോദ്യം ഇതായിരുന്നു. പറഞ്ഞപ്പോൾ ഗ്രഹിച്ചില്ല, കേട്ടപ്പോൾ ഓർത്തു. ആര്? സംഭവം എന്താണ്? ലൂക്കോസ് 18:32 നമുക്ക് ഇങ്ങനെ വായിക്കാം. അവനെ ജാതികൾ കേൾപ്പിച്ചു കൊടുക്കുകയും അവർ അവനെ പരിഹസിച്ച് അവമാനിച്ച് തുപ്പി തല്ലിയിട്ട് കൊല്ലുകയും 23 മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന് യേശു അവരോട് പറഞ്ഞു. അവരോ ഇതൊന്നും ഗ്രഹിച്ചില്ല. ലൂക്കോസ് 24:7 നമുക്ക് ഇങ്ങനെ കാണാം. മുമ്പേ ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. അവർ അവൻ്റെ വാക്ക് ഓർത്തു. അപ്പോൾ ശിഷ്യന്മാരെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത്രയുമായിരുന്നു നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. ഈ ചോദ്യത്തിന് ആരൊക്കെയാണ് ഉത്തരം അയച്ചതെന്ന് നോക്കാം. ഉത്തരങ്ങൾ അയച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ ഉത്സാഹത്തോടുകൂടി തന്നെ എല്ലാ പ്രിയപ്പെട്ടവരും പങ്കെടുക്കുന്ന എല്ലാവർക്കും ദൈവവചനം പഠിക്കുവാനായിട്ട് ഇത് കാരണമായി തീരുന്നുണ്ടോ എന്ന് വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഉത്തരം തെറ്റിപ്പോയി, അല്ല എങ്കിൽ വിജയിയാകാൻ സാധിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നിരാശരാകേണ്ട കാര്യമില്ല. നമുക്കിനിയും ഒരുപാട് പുസ്തകങ്ങൾ മുൻപോട്ടുണ്ട്. 3 പുസ്തകങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് ലേഖനങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെയും നമുക്ക് വിജയികളാവാനും ദൈവവചനം പഠിക്കുവാനും ഒക്കെയുള്ള അവസരമുണ്ട്. എല്ലാവരുടെയും പേര് പറയണമെന്ന് ആഗ്രഹമുണ്ട്. കുറച്ച് പേർ മാത്രമാണ് പേര് മെൻഷൻ ചെയ്യുന്നത്. മറ്റു പലരും പേര് മെൻഷൻ ചെയ്യുന്നില്ല. അവരുടെയൊക്കെ ഐ ഡി ആണ് കാണുന്നത്. അപ്പോൾ ഐ ഡിയിൽ പേരുകൾ പലപ്പോഴും നമുക്ക് കറക്റ്റായിട്ട് വായിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് എല്ലാവരുടെയും പേര് പറയാത്തത്. എല്ലാവരും പേര് കൂടി ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേര് കൂടി പറയാം. അപ്പോൾ നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ നിങ്ങളുടെ ഉത്തരമുണ്ടോ എന്ന് കാണുവാനായിട്ട് സാധിക്കും. എഴുതാൻ വളരെ ബുദ്ധിമുട്ടാണെന്നൊരു ആൻറ്റി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാട്സപ്പിൽ ടൈപ്പ് ചെയ്തിട്ട് അത് നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന് കോപ്പി ചെയ്ത് മെസ്സേജ് ചെയ്താൽ മതിയാവും. അപ്രകാരവും നിങ്ങൾക്ക് ഉത്തരങ്ങൾ അയക്കാവുന്നതാണ്. ഒരു സിസ്റ്റർ പറഞ്ഞിരിക്കുന്നു, ആദ്യമായിട്ടാണ് ഓൺലൈൻ ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുന്നത്. വളരെ സന്തോഷമുണ്ട്, വചനം പഠിക്കുവാനായിട്ട് സാധിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിയ ആൻറ്റിയെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ ചാനലിൽ തിങ്കളും വ്യാഴവും ഈ 2 ദിവസങ്ങളാണ് ബൈബിൾ ക്വിസ് ഉള്ളത്. ഇത്രയും പേരാണ് ഉത്തരങ്ങൾ അയച്ചത്. ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് അറിയിക്കുക. നിങ്ങളുടെ എല്ലാ ഉത്തരങ്ങളും ശരിയാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. ശരി ഉത്തരം അയച്ച് വിജയികളായവർ ആരൊക്കെയാണ്? സിസ്റ്റർ സൂസൻ ജെയിംസ്, സിസ്റ്റർ റെജിമോൾ, സിസ്റ്റർ സുനിത ഷാജി, സിസ്റ്റർ സാലി ജോസഫ്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. വേഗത്തിൽ തന്നെ ഇന്നത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം അയക്കുവാനായിട്ട് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ.
ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എല്ലാവരെയും പുതിയൊരു വീഡിയോയിൽ കാണും വരെയും കർത്താവിൻ്റെ ചിറകടിയിൽ മറയ്ക്കുമാറാകട്ടെ. ഒരുമിച്ച് ദൈവവചനം പഠിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.